പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ ജാമിദയും ഹാരിഫ് ഹുസൈനെയും പോലുള്ള ജുദ്ധിവാദികൾ, പരിഷ്കരണവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു മതത്തിനെതിരെ മാത്രം വൃത്തികെട്ട അശ്ലീല ചുവയുള്ള കഥകൾ പടച്ചുവിടുന്ന ജുക്തിവാദികളെന്ന് അവർ തന്നെ വിളിക്കുന്നതാണ്. സമൂഹത്തിനുണ്ടാകുന്ന ബാധ്യതകൾ ചെറുതൊന്നുമല്ല എന്ന് വ്യക്തമാക്കണം. ഞാൻ നേരത്തെയൊക്കെ പറയാറുണ്ടായിരുന്നു, ഇവരുടെ വീഡിയോ കാണുന്ന ആളുകൾ ഇവർ പറയുന്നതാണ് സത്യമെന്ന് വിശ്വസിച്ച് നിരീശ്വരവാദത്തിലേക്ക് വഴുതി മാറാം. അത് സമൂഹത്തെ വളരെയേറെ ബാധിക്കും എന്നത് ഞാൻ എൻ്റെ ചില വീഡിയോകൾ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ സഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ എൻ്റെ വാദഗതികൾ ശരിയാണെന്ന് തെളിയിക്കുകയാണ്. കാരണം അവർ പുറത്തു കൊണ്ടുവന്ന ഒരു കഥ അനുസരിച്ച് കോഴിക്കോട് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി അവനൊരു നിരീശ്വരവാദിയായിരുന്നു, ജാമിദിയുടെയും അതുപോലെ ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ ഫോളോവർ ആയിരുന്നു എന്ന് പറയുമ്പോൾ, മതം അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ്റെയും ജാമിദിയുടെയും ഒക്കെ പിറകെ കൂടുന്ന ആളുകൾ സമൂഹത്തിൽ അന്ധചിത്രത അല്ലെങ്കിൽ ഈ മയക്കുമരുന്നും അതുപോലെയുള്ള സാമൂഹ്യ വിപത്തുമൊക്കെ ഉപയോഗിച്ച് സ്വന്തം മാതാപിതാക്കളെ വരെ വെട്ടിക്കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. പ്രത്യേകിച്ച് ഇവൻ ഈ മാതാവിനെ വെട്ടിക്കൊന്നു എന്ന് പറയുന്നവൻ പരിശുദ്ധ ഖുർആനൊക്കെ വലിച്ചീറി എറിഞ്ഞ് ഈ ജാമിദിയുടെയും ആരിഫ് ഹുസൈൻ്റെയും ഒക്കെ ഫോളോവർ ആയിരുന്നു എന്ന് പറയുമ്പോൾ, അഭിനയ വ്യക്തിവാദികൾ ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അന്ധചിത്രത അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവണത എത്ര അപകടകരമാണെന്ന് ഓർക്കണം. പ്രത്യേകിച്ചും പടച്ചവനോ ദൈവമോ ഒന്നുമില്ല എന്ന വിചാരം ഇവന്മാരെ എന്തും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സാധാരണ ആളുകളൊക്കെ മരിച്ചു തന്നാൽ ശിക്ഷയുണ്ടാകും എന്ന കാരണത്താൽ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യാൻ മടിക്കും. കൊലപാതകം, അതുപോലുള്ള സ്വന്തം അമ്മയെ പരിക്കേൽപ്പിക്കുക പോലുള്ള തെറ്റുകളൊക്കെ ചെയ്യാൻ മടിക്കും. കാരണം മതങ്ങളിലൊക്കെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനൊക്കെ വലിയ പുണ്യമാണ് എല്ലാ മതങ്ങളിലും. ഈ മതവും ദൈവവും ഇല്ലെന്ന് പറഞ്ഞ യുവമാരെയൊക്കെ പ്രസംഗം കേട്ട് അത് തൊണ്ട തൊടാതെ വിഴുക്കുന്നവന്മാരാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീഴുന്നതെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് യുവമാർ ഈ ആരിഫ് ഹുസൈൻ്റെയൊക്കെ പ്രസംഗം അല്ലെങ്കിൽ ഇതിൽ വിളിക്കുന്ന ആളുകളൊന്നും മതവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മതം പഠിക്കുവാൻ ശ്രമിക്കാത്ത ആളുകളാണ് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. ഈ അടുത്ത നാളുകളിൽ എൻ്റെ ഒരു നാട്ടുകാരി, തിരുവനന്തപുരത്തുകാരി ആരിഫ് ഹുസൈനെ വിളിച്ചിട്ട് അവർ മതം വിടാനുള്ള കാരണം പറഞ്ഞു. അവർ മതം വിടാനുള്ള കാരണമായി അവർ പറയുന്നത്, അവരുടെ സ്വത്ത് ഭാഗിച്ചപ്പോൾ, അവരുടെ പിതാവിൻ്റെ സ്വത്ത് ഭാഗിച്ചപ്പോൾ ആൺകുട്ടികൾക്ക്, അതായത് പിതാവിൻ്റെ ആൺകുട്ടികൾക്ക് ഈ വിളിച്ച പെണ്ണിൻ്റെ സഹോദരന്മാർക്ക് സ്വത്ത് വീതം കൂടുതൽ ലഭിച്ചു, ഇസ്ലാമിൽ സ്വത്ത് വീതം പെണ്ണുങ്ങൾക്ക് കുറവാണ് എന്നതുകൊണ്ടാണ് ഈ വിളിച്ച് ആരിഫ് ഹുസൈൻ്റെ കോയാ കോളിങ്ങിൽ വിളിച്ച് മതം മാറുവാൻ തയ്യാറായ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം അവർക്ക് ഇസ്ലാമിനെ പറ്റി യാതൊരു ധാരണയുമില്ലെന്ന്. കാരണം ഇസ്ലാം അനുസരിച്ച് മഹർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായമുണ്ട്. എന്ന് വെച്ചാൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾ വലിയൊരു എമൗണ്ട്, പെൺകുട്ടി ചോദിക്കുന്ന എമൗണ്ട് കൊടുത്താൽ മാത്രമേ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വലിയ എമൗണ്ട് അല്ലെങ്കിൽ വലിയൊരു സംഖ്യ പെണ്ണിന് മഹറായി കിട്ടുന്നത് കൊണ്ടാണ് പിതാവിൻ്റെ സമ്പത്തിൽ പെണ്ണിനുള്ള വിഹിതം കുറച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ഈ അറബികൾ ഈ പെണ്ണിന് കൊടുക്കാനുള്ള മഹർ കൊടുക്കുവാൻ പൈസ ഇല്ലാതെ, കല്യാണം കഴിക്കാനൊക്കെ ഇല്ലാതെ ഈ കുറച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അറബികളൊക്കെ ബുദ്ധിമുട്ടുന്നതും അവർക്ക് ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നതുമൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഈ മഹറായിട്ട് വലിയ ഒരു വിഭാഗം വലിയൊരു സ്വത്ത് വന്നു ചേരുന്നത് കൊണ്ടാണ് പെൺമക്കൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് പിതാവിൻ്റെ സ്വത്തിൽ അവർക്ക് ഒരു ഭാഗം കുറച്ചിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ മഹർ എന്ന് പറയുന്ന സമ്പ്രദായമില്ല. അത് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും ഒക്കെ ഉള്ളതാണ്. ഇവിടെയുള്ള സ്ത്രീധനമാണ്. അത് എല്ലാ സമുദായത്തിനിടയിലും, മുസ്ലിം സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ഹൈന്ദവ സമുദായത്തിനുമൊക്കെ സ്ത്രീധനമാണുള്ളത്. അതുകൊണ്ട് പെണ്ണിന് നല്ല പോലെ തന്നെ ഡൗറി കൊടുത്താണ് വിടുന്നത്. തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ചും സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ കൂടുന്നതനുസരിച്ച് തെക്കൻ ജില്ലകൾ ഡൗറിയുടെ അളവ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പെണ്ണുപിള്ളയ്ക്ക് അവരുടെ സഹോദരന്മാർ സ്ത്രീധനമായി തന്നെ ഉള്ള സ്വത്തിൻ്റെ ഭൂരിഭാഗവും ഒക്കെ കൊടുത്തിട്ടുണ്ടാകാം. കാരണം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ. തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ഒരാളെന്നറിയാം, പെൺമക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം, ഒരു 90% ഒക്കെ പെൺമക്കൾക്ക് തന്നെ കൊടുത്തുവിടും. പിന്നെ അവശേഷിക്കുന്ന ഒരു 10% ബാക്കിയുള്ള ആണുങ്ങൾക്കൊക്കെ കിട്ടുന്നത്. ചില പെണ്ണുങ്ങൾ ഇതിന് മേൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ചു വരും, കേസൊക്കെ ആയിപ്പോവും. ഇതാണ് സത്യം. അങ്ങനെയുള്ള കേസിൽ അങ്ങോട്ട് പോയിട്ട് വന്ന ഒരു പെണ്ണുപിള്ളയാണ് പറയുന്നത്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അഥവാ പിതാവിൻ്റെ
പൂർവികരുടെ സ്വത്തിൽ അവകാശമില്ല, അതുകൊണ്ട് അത് എന്താണ് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മതം വിട്ടു പോകുന്നത്. ഇങ്ങനെയുള്ള ആളുകളാണ് മിക്കപ്പോഴും ഈ ആരിഫ് ഹുസൈൻ്റെയൊക്കെ വീഡിയോകളിൽ അല്ലെങ്കിൽ ഈ കോളിങ്ങളിൽ കോയ കോളിംഗ് എന്ന് പറയുന്ന പരിപാടികൾ വിളിക്കാറുള്ളത്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് പൈതൃക സ്വത്തിൽ അവരുടെ ശതമാനം കുറച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് മഹറായിട്ട് പൈസ കിട്ടുന്നത് കൊണ്ടാണ് എന്നൊരു യാഥാർത്ഥ്യം പോലും അറിയാത്ത ആളുകളാണ്. അപ്പോൾ അത്രത്തോളം മതവിജ്ഞാനം മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ ആളുകൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാമത്തെ വയസ്സിൽ ഐഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് മതം വിടുന്ന ആളുകളാണ്. അതിൽ അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം മതവിഭാഗങ്ങളും ഇസ്ലാമിലുണ്ടെന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അവരതിന് പറയുന്ന കാരണം ഐഷ റളിയല്ലാഹു അൻഹയെ നേരത്തെ ഒരു കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ഈ കല്യാണ ആലോചന അബൂബക്കറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഐഷയുടെ പിതാവ് അബൂബക്കറിനോട് ചെല്ലുമ്പോൾ അബൂബക്കർ ആദ്യം അത് നിരസിക്കുകയായിരുന്നു. കാരണം ഐഷയ്ക്ക് വേറൊരു കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ കല്യാണം നടക്കുന്നതിനുള്ള കാരണം ഐഷയെ കല്യാണം കഴിക്കാനിരുന്ന ആൾ ഐഷ അയാളുടെ മതത്തിലേക്ക്, അന്ന് അറേബ്യയിലുണ്ടായിരുന്ന ഒരു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മാറണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അബൂബക്കർ ആ കല്യാണം നടത്തി കൊടുക്കാത്തത്. അപ്പോൾ ആളുകളൊക്കെ പറയുന്നത്, ഒരു വിഭാഗം ചരിത്രകാരന്മാർ പറയുന്നത്, അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഐഷയ്ക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടായിരുന്നു എന്നാണ്. മറ്റൊന്നുകൂടി അവർ പ്രവാചകൻ പ്രായപൂർത്തിയായതിനു ശേഷമായിട്ടാണ് ഐഷയെ കല്യാണം കഴിച്ചത് എന്നതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം പ്രായപൂർത്തിയായതിനു ശേഷമാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഐഷയെ കല്യാണം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടുണ്ടായിരിക്കാം, പ്രവാചകൻ കല്യാണം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയായിട്ടുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഇതിനൊരു വാദഗതി അല്ലെങ്കിൽ ഭേദഗതി വരുന്നത് ആ സമയങ്ങളിൽ അറേബ്യയിലേക്ക് ആ ചെറിയ ഏജിൽ കല്യാണം കഴിക്കുന്ന ഒരു ഏർപ്പാടും കൂടി ഉണ്ടായിരുന്നു എന്നതാണ്. എന്തായാലും ഒരു വിഭാഗം ഇത് വിശ്വസിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇത് നിരാകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സംഭവം തന്നെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തു നമ്മുടെ മഗ്ദലന മറിയം എന്ന് പറയുന്ന അന്ന് അവിടെ ഉണ്ടായിരുന്ന ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നൊരു വാദഗതി ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ചില സുവിശേഷങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. അത് നിരാകരിക്കുന്നവരും അത് അനുകൂലിക്കുന്നവരുമുണ്ട്. യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെടുമ്പോൾ മഗ്ദലന മറിയം ഗർഭിണിയായിരുന്നുവെന്നും അന്ന് റോമാക്കാർ അവരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അവർ ഫ്രാൻസിലോട്ട് രക്ഷപ്പെട്ടു എന്നും ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അവരെ സംരക്ഷിക്കുവാൻ ഫ്രാൻസിലെ സർക്കാർ ഒരു പ്രത്യേക സേനയെ ഏർപ്പാടാക്കിയെന്നും അതിൻ്റെ തലവനായിരുന്നു ലിയാനോ ഡാവിഞ്ചി എന്ന ചിത്രകാരനുമെന്നും ഒക്കെ പറയുന്ന ഒരുപാട് വാദഗതികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ലിയാനോ ഡാവിഞ്ചി വരച്ച ചിത്രങ്ങൾ, അത് സീക്രട്ട് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ അതും ഒരു ചർച്ചാ വിഷയം മാറാറുണ്ട്. പക്ഷേ ഞാൻ പറയാറുള്ളത്, പ്രവാചകന്മാരെ പറ്റിയുള്ള ഇത്തരം കഥകളെക്കാളേറെ അവർ പകർന്നു തരുന്ന ആത്മീയ ഗ്രന്ഥങ്ങൾ ലോകത്തിന് എത്രമാത്രം ഉപയോഗപ്രദമാകുന്നു എന്ന രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും ഒക്കെ നമ്മുടെ മനസ്സിനെ നിർമ്മലീകരിക്കുന്ന, നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയുന്ന യഥാർത്ഥ ദൈവിക ഗ്രന്ഥങ്ങളാണെന്ന രീതിയിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മതഗ്രന്ഥങ്ങളിലെ നന്മകൾ തേടിയാണ് പോകേണ്ടത് എന്നതാണ് ഞാൻ പറയുന്നൊരു സത്യം. അല്ലാതെ ഈ ജാമിദയുടെയും അതുപോലുള്ള ആരിഫ് ഹുസൈൻ്റെയും ഒന്നും കെട്ടുകഥകൾ വിശ്വസിച്ച് പോകരുത് എന്നാണ് പറയാനുള്ളത്. അതൊന്നും ഒരു സത്യവുമില്ല. മിക്കപ്പോഴും സത്യവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ശരിയായ ഡീപ്പായിട്ട് കാര്യങ്ങളെ പഠിക്കാതെയുള്ള അപഗ്രഥനങ്ങളാണ് അത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും അവർ പറയുന്ന കാര്യങ്ങളുടെ ഡീപ്നെസ്, അതിൻ്റെ ഡെപ്ത് തിരക്കി പോകാതെ അവർ പറയുന്നത് അപ്പടി വിഴുങ്ങുന്ന ആളുകളാണ് ഈ മയക്കുമരുന്നും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉമ്മമാരെ വെട്ടിക്കൊല്ലാൻ നിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വത്ത് അത് ഒരു ഭാഗം മഹറായി അവർക്ക് കിട്ടുന്നത് കൊണ്ട് ആണ് പൈതൃകമായി അവർക്ക് കിട്ടുന്ന സ്വത്തിൽ ഒരംശം കുറച്ചിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വിളിക്കുന്ന സ്ത്രീകളെ പോലെയുള്ള ആളുകളാണ് ആരിഫ് ഹുസൈൻ്റെയും ജാമിദിയ ടീച്ചറുടെയും ഒക്കെ വലയിൽ വീഴുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി വിട വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇതുപോലുള്ള അന്ധചിത്രമുണ്ടാക്കുന്ന സാമൂഹ്യ ദ്രോഹികളായ ഈ ജാമിദിയ അതുപോലെ ആരിഫ് ഹുസൈൻ കൂട്ടുകെട്ടിൻ്റെ വലയിൽപ്പെടാതെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.